എങ്കിലും ഇനിയുള്ള ശിഷ്ടായുസിൽ നമ്മളാലാവും വിധം കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്ത് നന്ദിയോടെ നിൽക്കുവാൻ, വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ ദൈവമേവർക്കും കൃപ നൽകട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വായിച്ച ഭേദഭാഗം ഒരിക്കൽ കൂടി ഒന്നുകൂടെ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോ ഓടിപ്പോകും. എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ പരിചുകൊള്ളും, എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ പരിചുകൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി പാർക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താതാമസം എന്താകോ വന്നിടാനേശു, കാന്താതാമസം എന്താകോ, കാന്താതാമസം എന്താകോ വന്നിടാനേശു, കാന്താതാമസം എന്താകോ. കാന്താ നീൻ വരവിനായി കാത്തിരുന്നെന്റെ മാനം, കാന്താ നീൻ വരവിനായി കാത്തിരുന്നെന്റെ മാനം. വെന്തൂരുകുന്നു കണ്ണും മങ്ങും മാനുവേലേ, വെന്തൂരുകുന്നു കണ്ണും മങ്ങുന്നേ മാനുവേലേ. കാന്താതാമസം എന്താകോ വന്നിടാനേശു, കാന്താതാമസം എന്താകോ. എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ പരിചുകൊള്ളും, എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ ചതിച്ചുകൊള്ളും, എത്ര നാൾ പറഞ്ഞുകൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും, എത്ര നാൾ പറഞ്ഞുകൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും, എത്ര നാൾ പറഞ്ഞുകൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കി കാണുക പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താതാമസം എന്താകോ വന്നിടാനേശു, കാന്താതാമസം എന്താകോ, കാന്താതാമസം എന്താകോ വന്നിടാനേശു, കാന്താതാമസം എന്താകോ. കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹപ്രദമായ നല്ല രാത്രിക്കായി വീണ്ടും ദൈവത്തിന് മഹത്വം.
ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായി നമുക്ക് ധ്യാനിക്കാം. അതിനാധാരമായിട്ട് വളരെ പരിചിതമായ ഒരു വേദശകലമാണ് വായിച്ചത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. നമുക്കറിയാം 21 ലേഖനങ്ങൾ, റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. ഇതില് സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. നമുക്കറിയാം ഏതാണ്ട് 14 ലേഖനങ്ങൾ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിൽ ഈ 21 ലേഖനങ്ങളിൽ പുതിയ നിയമത്തിലെ 2 ലേഖനങ്ങൾ സമാന്തരമായ 2 രേഖ പോലെ, ഒന്ന് റോമാ ലേഖനവും 2 യാക്കോബിന്റെ ലേഖനവും, സമാന്തരമായ 2 രേഖ. പലർക്കും പിടികിട്ടാത്തവർക്ക് പിടികിട്ടാൻ വേണ്ടി സമാന്തരമായ 2 രേഖ പോലെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ റെയിൽവേ പാളം പോലെ. അപ്പൊ ഈ 2 ലേഖനം, റോമാ ലേഖനവും യാക്കോബിന്റെ ലേഖനവും സമാന്തരമായ 2 രേഖ പോലെ എന്ന് പറഞ്ഞാൽ ഈ 2 ലേഖനത്തിലും ലേഖനകർത്താക്കൾ കൊണ്ട് സ്ഥാപിക്കുന്ന വിഷയം റോമാ ലേഖനത്തിൽ പൗലോസ്ലീഹ വിശ്വാസത്താലുള്ള നീതീകരണം. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. പക്ഷെ യാക്കോബ് പറയുന്നത് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. അപ്പൊ വേറെ പഠിതാവ് പറഞ്ഞിരിക്കുന്നത്, മോനെ എന്തോ അപ്പൊ ഈ ഒരു വേറെ പഠിതാവ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു പക്ഷിയുടെ 2 ചിറക് പോലാണ് റോമാലേഖനവും യാക്കോബിന്റെ ലേഖനവും എന്ന്. 2 ചിറകുണ്ടെങ്കിൽ അതിന് ശരിയായ നിലയിൽ പറന്ന് വിഹരിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വിശ്വാസവും അത്യാവശ്യമാ, പ്രവൃത്തി അതിലും അത്യാവശ്യമാണ്. ഇത് രണ്ടും ബാലൻസ് കൊണ്ടുപോകണം. ഒന്ന് തെറ്റിയാ തീരും. അപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ്ലീഹ വിശ്വാസത്താൽ നീതീകരണം സ്ഥാപിക്കുക. വിശ്വാസം കൂടാതെ ഒന്നും നടക്കത്തില്ല. നാം രക്ഷിക്കപ്പെടുന്നതും ജീവിക്കുന്നതും ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതും എല്ലാം വിശ്വാസത്താൽ. പഴയ നിയമ പ്രവചന പുസ്തകത്തിലെ പ്രവചന സൂക്തം കടമെടുത്ത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വാക്യം കോട്ട് ചെയ്ത് പൗലോസ് കാര്യം അരക്കെട്ടുറപ്പിക്കുന്നുണ്ട്. വിശ്വാസമാണ് ഏറ്റവും അത്യന്താപേക്ഷിതം. അതിന് തെളിവുകളൊക്കെ പൗലോസ് നിരത്തുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിലെ വിഷയം നമുക്കറിയാം. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ഖണ്ഡിക്കുന്നില്ല. യാക്കോബ് പറയുക വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. അതിന്റെ ദാനം ദൃഷ്ടാന്തമൊക്കെ തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ 2 ലേഖനം സമാന്തരമായ 2 രേഖ പോലെ. തന്നെയല്ല, ഈ ചില വേദ പഠിതാക്കൾ, ചിലർ ഈ വേദ പണ്ഡിതന്മാരെന്ന് പറയും. എൻ്റെ അഭിപ്രായം പണ്ഡിതന്മാരാരുമില്ല, നമുക്ക് അറിവില്ലെന്നുള്ളതാ സത്യം. എനിക്ക് നിങ്ങൾക്ക് 5-6 വാക്യം അറിയാം, അല്ലാതെ വേറെ പുസ്തകം നമുക്കറിയത്തില്ല. വേറെ പുസ്തകം അറിയാൻ ആരും പറയുകയും ചെയ്യരുത്. ഇത് പഠിക്കും തോറും നമുക്ക് മനസ്സിലാകും നമുക്ക് യാതൊരു അറിവില്ലെന്നുള്ളതാണ്. ഇപ്പം സ്കൂളിൽ പഠിച്ചവരോട് ചോദിച്ചാൽ അവരോട് ചോദിക്കുക വേറെ ദിവസം അറിയാമെന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയും ശരിക്കും പഠിക്കുന്നവർ. ഇത് വേറെ പുസ്തകത്തിന്റെ വേറൊരു വിശേഷത, ഇത് പഠിക്കും തോറും നമുക്കൊന്നും അറിയത്തില്ലെന്ന് മനസ്സിലാകും, ദൈവത്തോട് സ്നേഹവും കൂടും. അതാ തിരുവചനത്തിന്റെ പ്രത്യേകത. സ്തോത്രം. നിൻമുഖ കാന്തികൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തികൻ മ്ലാനത നീങ്ങും, നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും, നിന്മധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയെഴും പരമേശ മഹിമാം യേശു മഹേശ, മഹിമയെഴും പരമേശ മഹിമാം യേശു മഹേശ. സംഗതിയിൽ ഇളകിടുവ സ്നേഹ, സംഗതിയിൽ ഇളകിടുവ സ്നേഹ, ചങ്ങലയാൽ തിരുമാർവോ എന്നെ ഇണച്ചതു മൂലം,
തലയാൽ തിരുമാർവോ എന്നെ എണച്ചത് മൂലം മഹിമയെഴും പരമേശ മഹിമം യേശു മഹേശ മഹിമയെഴും പരമേശ മഹിമം യേശു മഹേശ മഹിമയെഴും പരമേശ മഹിമം യേശു മഹേശ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ശീലി പാട്ട് പാടി എന്ന് പാടാൻ തോന്നുന്നുണ്ട്, കാരണം പുള്ളി വന്നതുകൊണ്ട്. ചെല്ലു പറയാറുണ്ട് കഥാപ്രസംഗമാണെന്നാ പറയുന്നത്. ശരിയാ, നമുക്ക് പ്രസംഗിക്കാൻ വലുതായിട്ട് അറിയത്തില്ല, അത് ശരിയായ കാര്യമാണ്. പിന്നെ അകത്തെ ഈ പാട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് അങ്ങ് വന്നു പോകുന്നതാ, ക്ഷമിക്കണം. സ്തോത്രം. ചിലവർക്കെന്ന് ഈ പ്രസംഗിക്കുന്ന കരയുന്നതാ പ്രസംഗം വന്ന. നമ്മൾ നേരത്തെ ഒത്തിരി കരഞ്ഞും കൂവിയും നടന്നവരാ. ഇപ്പം ഈ കൃപ വന്നുകൊണ്ട് നമ്മൾ സന്തോഷിക്കുക. സ്തോത്രം. ഒത്തിരി കരഞ്ഞ്, ഞാൻ ഒത്തിരി കരഞ്ഞതാ. രോഗത്താലും മറ്റ് പ്രയാസങ്ങളാലും ഒക്കെ ഒത്തിരി കരഞ്ഞും കൂവിയും നിലവിളിച്ചും ഭാരപ്പെട്ടുമൊക്കെ നടന്ന് പിന്നെ ദൈവശ്രീ നിന്നപ്പം നല്ല സന്തോഷം ഉണ്ടായി. അതുകൊണ്ട് സ്തോത്രം. 13-ാം സങ്കീർത്തനം 6-ാം വാക്യം ഒന്ന് വായിച്ചേരും തെളിവിന്. കൂടെ ആകുമ്പം വലിയ ഉടക്കുണ്ടാകുകയല്ലോ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടും. ഈ പുസ്തകത്തിൽ നിന്നാകുമ്പോൾ പിന്നെ ഉടക്കുണ്ടാക്കാൻ വരികയല്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ മേല. യഹോവ എനിക്ക് നന്മ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇന്നയോളം എന്നെ ആയുസോടെ നിർത്തി. അയ്യോ, എനിക്ക് ആരോഗ്യം നൽകി. ആശുപത്രി ജോലി ചെയ്യുന്ന സഹോദരിമാർ ധാരാളമുണ്ട്. ഓക്സിജന്റെ വിലയൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാം. യാതൊരു കാശ് മുടക്കില്ലാതെ ഇന്നയോളം ശ്വാസോച്ഛ്വാസം നടത്തുക ഒക്കെ ദൈവം ചെയ്യുന്ന നന്മകളാണ്. സ്തോത്രം. അനേകർ കിടപ്പിലായിരിക്കുമ്പോൾ എനിക്ക് നടന്നിവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയൊക്കെ എന്തെല്ലാം നന്മ തന്നെയല്ല. എൻ്റെ പാപത്തെ യേശു മോചിച്ചു. സ്തോത്രം. സ്തോത്രം. യേശു എന്നെ രക്ഷിച്ചു. എൻ്റെ മേലുള്ള സകല മരണഭീതികളും ദൈവം മാറ്റി തന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ദോഷങ്ങളൊക്കെ ദൈവം നീക്കി തന്നു. യേശു എന്നെ രക്ഷിച്ചു. യേശു എൻ്റെ ശാപം മാറ്റി. അതുകൊണ്ട് പാടാതിരിക്കാനൊത്തില്ല. ഒന്നുകൂടെ വാക്യം വായിച്ചേര്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ. വിമോചിതരായല്ലോ. ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. പാടാം 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 പാട്ടുകൾ പാടാം 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 പുത്തൻ പാട്ടുകൾ പാടാം. നമ്മെ പോലെ നന്മ ലഭിച്ചവർ മന്നിലില്ലല്ലോ. ഓ, നമ്മെ പോലെ നന്മ ലഭിച്ചവർ മന്നിലില്ലല്ലോ. അതുകൊണ്ട് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞ പാട്ട് പാടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു കാര്യം കൂടെ പറയാം. സഹോദരിമാരിരിപ്പുണ്ട്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആകുമ്പോൾ പിടികിട്ടും. നമ്മുടെ ഈ നാട്ടിലെ ഒരു ഭക്ഷണമാണ്. ഇവിടെയും ചിലരുണ്ടാക്കും പുട്ട്. ഇപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിന് തേങ്ങാപ്പീര് ഇടും. അതിന് തേങ്ങാപ്പീര് ഇടുന്നേ സഹോദരിമാർ പറ. നിങ്ങൾ പറഞ്ഞ ആൻസർ എല്ലാം ശരിയാ. തേങ്ങാപ്പീര് എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം പറയുക. പെട്ടെന്ന് ആയി വരും, ടേസ്റ്റ് കൂടും. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പരാധീനതയുള്ള വീടാണ്. പച്ചാച്ചൻ്റെ പെങ്ങന്മാരും പിള്ളേരും ബന്ധുക്കളും ഒക്കെ ഓണത്തിനും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരും. അപ്പം അമ്മ ചെയ്യുന്നത് കൊച്ചു പിള്ളേരുമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരുമാതിരി പഴയ കുറ്റി കണ്ടിട്ടുണ്ട്, മുളം കുറ്റിയാണ്. അല്ലെ കയറുമൊക്കെ കെട്ടി വെച്ച് പുട്ടുകൂട്ടത്തിനകത്ത് ഒരു തുണിയൊക്കെ അതിൻ്റെ ചൂട്ടി, ഈ ചിരട്ടയുടെ മൂട് പൊട്ടിച്ച് അതിന് ചില്ലെന്ന് പറയുന്നത്. ഇപ്പോഴല്ലേ മോഡേണൊക്കെ ആയത് ചിരട്ട ചില്ല്. അപ്പം അമ്മ ചെയ്യുന്ന കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. തേങ്ങാപ്പീര് ആദ്യം ഈ കുറ്റിക്കകത്തോട്ട് ചില്ലിട്ട് അടി കിട്ടുമ്പോൾ ഇച്ചിരി തേങ്ങാപ്പീര് ഇടും. എന്നുവെച്ചാൽ പൊടി നനച്ചത് ലേശം ഇച്ചിരി ഇടും. എന്നുവെച്ചാൽ പിന്നെ ഇച്ചിരി തേങ്ങാപ്പീര് ഇടും, പിന്നെ പൊടി ഇടും, പിന്നെ ഇച്ചിരി തേങ്ങാപ്പീര് ഇടും, പിന്നെ പൊടി ഇടും, പിന്നെ തേങ്ങാപ്പീര് ഇടും, പിന്നെ പൊടി ഇടും. മേളിൽ വെച്ച പീര വെക്കും, എന്നുവെച്ച് വെക്കും. അപ്പം അങ്ങനെ വെച്ച് കഴിയുമ്പം ആവി പെട്ടെന്ന് വരും. മുമ്പേ പറഞ്ഞ പോലെ ടേസ്റ്റും ഉണ്ട്. പിന്നെ വേറൊരു ഗുണം അമ്മയുടെ ബുദ്ധിയാണ്. അതിന് വെച്ചാൽ ഈ പിള്ളേർ ഒരു കുറ്റി കഴിക്കുകയില്ല. ചില പിള്ളേർ ഒരു കുറ്റി പുട്ട് കഴിക്കുകയില്ല. ചിലത് 2 കുറ്റിയൊക്കെ പിടിക്കുന്നതുണ്ട്, അത് വേറൊരു വിഷയം. ചില പിള്ളേരെ ഒരു കുറ്റി കഴിക്കില്ല. അപ്പോൾ ഇത് കളയാനൊക്കത്തില്ല. അപ്പോൾ അതിൻ്റെ പ്രാപ്തി അനുസരിച്ച് അവൻ ആ ഒരു പീസ് എടുത്ത് അങ്ങ് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീര് ഇടുന്നതുകൊണ്ട് മുറിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പം ബ്ലസ്സിന് 1/2 കുറ്റി മതിയെങ്കിൽ അവൻ 1/2 കുറ്റി. അപ്പം ദാനിയലിന് 1/4 കുറ്റി മതി, അവന് അത്.
സാമിന് 2 കുറ്റി വേണം. അപ്പം അവന് എൻ്റെ പരുവത്തിന് കൊടുക്കും. 1.5 വേണ്ടവർക്ക് 1.5. അപ്പം എന്തിനാന്ന് ചോദിച്ചാൽ അവനും എൻ്റെ പ്രാർത്ഥന അനുസരിച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഈ പാട്ട് പാടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മുമ്പേ വാക്യമാണ് അതിൻ്റെ അടിസ്ഥാനം. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്കൊക്കെ ഇറങ്ങിപ്പോകുന്നവരുണ്ട്. അപ്പം ഇടയ്ക്ക് 2 പാട്ട് പാടുമ്പം അവർക്കങ്ങ് പോകാം. അത്യാവശ്യമുള്ളവർക്ക് പോകാനായി ഇടയ്ക്കിടയ്ക്ക് പാട്ട് കൊണ്ടിടുന്നത്. മുഴുവൻ സമയം ഇരിക്കുന്നവർക്ക് മുഴുക്കുറ്റി തരും. ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടവരുണ്ട്. ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ഇറങ്ങി പോയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു പാട്ടിടുമ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിന് ഇറങ്ങി പോകാം. അതിനായി പാട്ടിടയ്ക്ക് ഇടുന്നത്. ഇപ്പം പിടി കിട്ടിയോ? പിന്നെ നന്നായിട്ട് ദൈവവചനം ധ്യാനിച്ച ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാകും. കാരണം വേറെ പാട്ടല്ലല്ലോ പാടുന്നത്, വചനത്തോട് ബന്ധപ്പെട്ടുള്ള പാട്ടല്ലേ. അപ്പോൾ പാട്ടിനകത്തും ദൈവശക്തി വ്യാപരിക്കും. പാടി ആരാധിച്ചപ്പോഴാണല്ലോ ആമൻ അത്ഭുതങ്ങൾ പലയിടത്തും നടന്നത്. ദെബോരയും ആൾക്കാരും എല്ലാം കൂടെ താബോർ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ചപ്പോൾ താഴ്വരയിൽ ദൈവം അത്ഭുതം ചെയ്തു. നാം ഇങ്ങനെ വായിക്കുന്നു, നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി. അന്ന് വൽഗതത്താൽ ശൂരവൽഗതത്താൽ കുതിരക്കുളമ്പൽ കട്ടനം ചെയ്തു. പുരാതന നദിയാൻ കീശോൻ തൊട്ട് തള്ളിയവർ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. എന്താ അവർ പാടി ആരാധിച്ചപ്പോൾ. അപ്പൊ ദൈവകുഞ്ഞുങ്ങൾ ഒന്നിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുന്നപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. അപ്പോസ്തലന്മാരും പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോഴല്ലയോ ആമെ കാരാഗൃഹത്തിലും വിടുതൽ നടന്നത്. തന്നെയല്ല, സ്വർഗത്തിൽ ചെന്ന പ്രസംഗമുള്ളതായിട്ട് കാണുന്നില്ല, പാട്ടുണ്ട്. അപ്പൊ പാട്ടിന് വലിയ സ്ഥാനമുണ്ട്. കർത്താവിന്റെ മഹത്വം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 2 ശീലി പാട്ടുമൊക്കെ പാടും. ഞാൻ വേറെ പാട്ടുകളൊന്നും അല്ലല്ലോ പാടുന്നത്, ദൈവജനത്തോട് ബന്ധപ്പെട്ടുള്ള പാട്ടല്ലേ. അപ്പൊ നിങ്ങൾ സദയം സഹകരിച്ച് ക്ഷമിച്ചു പോകണം. അതതിൻ്റെ പരമാർത്ഥം. ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ ചെല്ലു പറയാറുണ്ട്, അങ്ങ് സന്തോഷം തന്നെയാണ്, ചിരിയാന്നാ പറയുന്നത്. ഞാൻ ചിരിക്കും, കാരണം എൻ്റെ നാശമെല്ലാം ദൈവം മാറ്റി തന്നതാണ്. എനിക്കിനിയും കരഞ്ഞു കുത്തിയിരിക്കേണ്ട വലിയ കാര്യം. പിന്നെ ആത്മാക്കളെക്കുറിച്ച് ഭാരമുണ്ട്, കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന തെറ്റാന്നല്ല, കരയേണ്ട സമയത്ത് കരയുക, ദൈവത്തെ. പിന്നെ എപ്പോഴും ചിരിച്ചിരിക്കരുത്, അത് വേറൊരു അസുഖം ഉള്ളതുകൊണ്ടാണ്. ആമേൻ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുക, ആനന്ദിക്കുക. യഹോവയാകുന്ന യാഗം നമ്മുടെ ബലമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ രസിക്കുന്നവരായിരിക്കണം. ആ വചനം ആസ്വദിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ആമേൻ ബലപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ നൽകട്ടെ. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ യാക്കോബിന്റെ ലേഖനം, ഈ പുതിയ വേദ പഠിതാക്കൾ പലരും പറയുന്നത് യാക്കോബ് രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, പ്രവൃത്തിക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് ചിലരുടെ വാദം. എന്നാൽ ഞാൻ യാക്കോബിന്റെ ലേഖനം ഇങ്ങനെ ധ്യാനിച്ച് പഠിച്ചപ്പോൾ ഇതുപോലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വേറൊരാൾ ഇല്ലെന്നുള്ളതാണ് വേറൊരു വസ്തുത. കാരണം യാക്കോബ് 3 വിധത്തിലുള്ള രക്ഷയെ പറ്റി പറയുന്നുണ്ട്. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് 3 അത്യാവശ്യമാണ്. അതിലേറ്റവും പ്രാധാന്യവും പ്രഥമം അർഹിക്കുന്നത് ആത്മരക്ഷയാണ്. എന്നാൽ പ്രാണരക്ഷയ്ക്കും ദേഹരക്ഷയ്ക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 3 രക്ഷയെ പറ്റിയും യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. തെളിവിന് വാക്യം വായിക്കുക. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ക്രമത്തിൽ വായിക്കാം. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ നിറവേറ്റുന്നില്ല. 21. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും. അവിടെ കണ്ടോ, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. അപ്പോൾ അവിടെ യാക്കോബ് ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ആത്മരക്ഷ. ഇനി പ്രാണരക്ഷ 5:20 വായിച്ചാട്ടെ സഹോദര. സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ 5:20 അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ. പരുവക്കേടാന്നല്ലോ. എന്നാലും പേടിക്കാതെ വായിച്ചു. 5:20. ഒരുവൻ അവനെ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം. പുള്ളിക്ക് തെറ്റുപറ്റിയതല്ല, പുള്ളി ആ ലൈൻ മൊത്തം അങ്ങ് വായിച്ചത്. ആ കുത്തിന്റെ അവിടെ കുത്തിന് മുമ്പേ അങ്ങ് വായിച്ചു. കുത്ത് മുതലാ വായിക്കേണ്ടത്. കുഴപ്പമില്ല, എന്നാലും ഇത് മൊത്തം വായിച്ചല്ലേ, അതിൽ വചനമാണല്ലോ. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചു. അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ. ഒരുവനെ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പൊ അവിടെ കണ്ടോ, പ്രാണരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. 1-ാം അധ്യായത്തിന്റെ 21 ആത്മരക്ഷ, 5:20 പ്രാണരക്ഷ. ഇനി ഇത് രണ്ടും കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ ഈ ഭൂമിയിൽ. ദേഹരക്ഷ ആവശ്യമാണ്. ദേഹരക്ഷ വായിച്ച 2:16. സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കണ്ടോ.
അപ്പോൾ 3 വിധത്തിലുള്ള രക്ഷയെ പറ്റിയും യാക്കോബ് തെളിയിക്കുന്നുണ്ട്. നമ്മള് കൂടുതലും ദൈവകുഞ്ഞുങ്ങളാണല്ലോ, അതുകൊണ്ട് അത് വിസ്തരിക്കേണ്ട കാര്യമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, ആത്മരക്ഷ. ഇന്ന് രാത്രി ഇത് സുവിശേഷ യോഗം കൂടെ ആയതുകൊണ്ട് 1-2 കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് സൂചിപ്പിച്ചു പോകുന്നത് ഉചിതമായിരുന്നു. കാരണം ആത്മരക്ഷ, ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഈ യോഗത്തെ പറ്റി തണ്ണിച്ചാരനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, യോഗത്തിന് ആൾ ഒരുത്തരും വന്നില്ല, ഒരാൾ വന്നാൽ മതി, ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും, എനിക്ക് സന്തോഷമാണ്. ആളൊത്തിരി വരണമെന്നൊന്നും വലിയ താല്പര്യമില്ല, ഒരാൾ. കാരണം നമ്മൾ പഠിക്കുന്ന പ്രമാണം, ഒരു മനുഷ്യന്റെ ആത്മാവ് ഭൂലോകത്തേക്കാൾ, ഒരാൾ ദൈവത്തിന് യഥാസ്ഥാനപ്പെട്ടാൽ പോരെ, ഒരാൾ ദൈവത്തോട് അടുത്താൽ പോരെ, ഒരാൾ ആമെ രക്ഷിക്കപ്പെട്ടാൽ പോരെ, ഒരാൾ യേശുവിനെ അറിഞ്ഞാൽ പോരെ, യോഗം വിജയിച്ചു. അപ്പോൾ ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ് നമ്മുടെ ആത്മാവ്. അപ്പൊ ആത്മരക്ഷ അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാരമ്പര്യങ്ങളോ മാമൂലുകളോ ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തി രക്ഷിക്കപ്പെടത്തില്ല. പള്ളി പണിത് കൊടുത്തുകൊണ്ടോ, കുരിശും തൊട്ടി പണിത് കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഗോള് പണിത് കൊടുത്തുകൊണ്ടോ, പെന്തിക്കോസിലെ പാസ്റ്റർമാർ വീട്ടിലുള്ളത് കൊണ്ടോ, സെൻട്രൽ പാസ്റ്റർ ഉള്ളത് കൊണ്ടോ, അതുപോലെ തന്നെ സെക്രട്ടറി ഉള്ളത് കൊണ്ടോ, ഉപദേശിമാരുള്ളത് കൊണ്ടോ, കൗൺസിൽ അംഗങ്ങളുള്ളത് കൊണ്ടോ, ഓവർസിയർ ഉള്ളത് കൊണ്ടോ, സൂപ്പർ ഉള്ളത് കൊണ്ടോ, പ്രസിഡന്റ് ഉള്ളത് കൊണ്ടോ, പള്ളി പണിയിക്കാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ, പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, പാ കൊടുത്തത് കൊണ്ടോ, സ്വോത്രകാഴ്ച കിട്ടത് കൊണ്ടോ, സ്ഥലം കൊടുത്തുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നതും. അത് അങ്ങനെ തന്നെ. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. 5 പൈസ കൊടുക്കണ്ട, കാശ് മുടക്കണ്ട, മൈല് നടക്കണ്ട, തീർത്ഥയാത്രയും തീർത്ഥാടനങ്ങളൊന്നും കഴിക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്റെ പാപം മോചിക്കണം, എന്റെ ഉള്ളത്തിൽ വരണമെന്ന് ആര് ഇന്ന് രാത്രി യേശുവിനോട് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവരുടെ ആത്മാക്കൾക്ക് രക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് പ്രാണരക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് യാക്കോബ് ഇവിടെ വളരെ പ്രാധാന്യം കൊടുക്കുക. ആത്മരക്ഷ 1-ാം അധ്യായത്തിന്റെ 21. ഞാൻ സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. 5-ാം അധ്യായത്തിന്റെ 20 പ്രാണരക്ഷയ്ക്കും താൻ പ്രാധാന്യം കൊടുക്കുന്നു. ഇത് രണ്ടും കൊണ്ടും ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ ശരീരം തന്നെയല്ല, പഞ്ചഭൂതങ്ങളുമായിട്ട് ഇത് യോജിച്ചാണ് നിൽക്കുന്നത്. തന്നെയല്ല, നമുക്ക് വിശപ്പ്, ദാഹം, ഇങ്ങനെ പല അത്യാവശ്യ അടിസ്ഥാനപരമായ പല കാര്യം നടത്തണം. അപ്പൊ അതുകൊണ്ട് ഈ 2 രക്ഷ കൊണ്ടൊരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കത്തില്ല. ദേഹരക്ഷ ആവശ്യമാണ്. അതും യാക്കോബ് വളരെ കർക്കശമായി പറയുക. വായിച്ചേ, 2-ാം അധ്യായത്തിന്റെ 15 മുതൽ വായിച്ചോ. 15 മുതൽ. ഒരു സഹോദരനെയോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ. അപ്പോൾ ദേഹരക്ഷ, ശരീരത്തിന്, ഈ ദേഹത്തിന് രക്ഷ ആവശ്യമാണ്. കർത്താവിന് മഹത്വം. ഈ ദിവസങ്ങളിൽ നമുക്കെല്ലാം, നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിങ്ങളും എല്ലാം കണ്ടു, അനേകര് പ്രിയപ്പെട്ടവര് അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. യാതൊരു കക്ഷി, പക്ഷ, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ മുസ്ലിം സ്നേഹിതന്മാരും ഹൈന്ദവ സ്നേഹിതന്മാരും ക്രൈസ്തവ സംഘടനകളും എന്ന് വേണ്ട ധാരാളം സംഘടനകൾ. ഞാൻ ഒരാളെ വിളിച്ച്, എനിക്കൊരു പരിചയമുണ്ട്, അവര് നിരീശ്വരവാദിയാ, ദൈവം ഇല്ലെന്ന് പറഞ്ഞില്ല, അവരും രംഗത്തിറങ്ങി. അപ്പം ദൈവം ഇല്ലാത്തവർ വരെ രംഗത്തിറങ്ങി സഹായിക്കുക. അത് വളരെ നല്ല കാര്യമാണ്. ഗവൺമെന്റും ആ കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്നു. അനേക രാജ്യങ്ങളിൽ നിന്ന് സഹായഹസ്തം നീട്ടി. വിദേശ രാജ്യത്തു നിന്നൊക്കെ അനേകർ സഹായം ചൊല്ലുകയും പറയുകയും ചെയ്തു. അതൊക്കെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദേഹരക്ഷ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തുക. പോട്ടെ, അപ്പൊ 3 വിധത്തിലുള്ള രക്ഷ യാക്കോബ് ഓർപ്പിക്കുക. 1 ആത്മരക്ഷ, 2 പ്രാണരക്ഷ, 3 ദേഹരക്ഷ.